ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ എറണാകുളത്താണ്. അപ്പം രാവിലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് ഇവയുടെ കുറച്ച് ഓട്ടവും കളിയെ കണ്ടത്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ണാടി ലൈറ്റ് കത്തിച്ചേ, ലൈറ്റ് കത്തിക്കേ. ഇല്ല ഹായ്. ഇതിപ്പോ പൊങ്ങി വരണം. Hi guys. പോവാം നോക്ക്. Get ready. Guys, get ready with me. Get ready with Umma. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവയ്ക്ക് മനസ്സിലായി ഗൈസ് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുവാന്ന്. നമ്മൾ പോയിട്ട് ഇന്ന് നൈറ്റ് തന്നെ ഇങ്ങോട്ട് വരും. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് അഭയാരണ്യത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയത് ഹരിത ബയോ പാർക്കാണ്. അവിടുത്തെ എൻട്രി ഫീസ് എന്ന് വെച്ചാൽ അഡൽട്ടിന് 60 റുപ്പീസും പിന്നെ ചിൽഡ്രൻസിന് 40 റുപ്പീസുമാണ്. ഫസ്റ്റ് തന്നെ ഒരുപാട് വെറൈറ്റി ഫിഷസ് ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്ന. പ്ലാന്റ്സും തൈകളും പിന്നെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ആമയെ കണ്ടു. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് എന്താണ് ബേർഡ്സും ഫോറിൻ ഫിഷസും പിന്നെ അലങ്കാരത്തിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഫിഷസും ഒരു 400 വെറൈറ്റിയോളം ഫിഷസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഹരിത ബയോ പാർക്കിൽ. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ക്യാറ്റ് ഫിഷ് ആണ് കേട്ടോ, വൈറ്റ് ക്യാറ്റ് ഫിഷ്. ഇത് മറ്റേ അലങ്കാരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈറ്റ് റാറ്റ്സിനെ കണ്ടു. അതായത് നമ്മൾ ഈ വാക്സിൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്തില്ലേ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ജെയിൻ ഗൗരാമിയെ കണ്ടു ഗൈസ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഒരു വെജ്, അതായത് വെജ് കഴിക്കുന്ന അലങ്കാര ഫിഷാണ്, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ വൈറ്റ് റാറ്റൊക്കെ അടുത്ത് വരെ വന്നു ഗൈസ്. പിന്നെ വേറൊരു വെറൈറ്റി റാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മീൻസ് ഫുൾ വൈറ്റ് അല്ലാത്ത ഈ ഗ്രേ കളറൊക്കെ ആ ഒരു തലയുടെ പോർഷനിലൊക്കെ വരുന്ന ഐറ്റംസ്. പിന്നെ അതിൻ്റെ റാബിറ്റിനെ കണ്ടു ഗൈസ്. പിന്നെ കുഞ്ഞ് പ്രസവിച്ചതേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ, കുഞ്ഞായിരുന്നു, ഭയങ്കര കുഞ്ഞ്. പിന്നെ ഗ്രേ കളറ് വൈറ്റ് കളറ്, എനിക്കൊന്ന് ബോയ്സും ഗേൾസും ഒക്കെ ആണെന്ന് തോന്നുന്നു ഗൈസ്. എല്ലാവരും പല റൂമിലൊക്കെ ഇട്ട് അടച്ചിരിക്കുവാണ്. അങ്ങനെ എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കുന്ന സമയം അന്ന് ഭയങ്കര മീൻസ് തിരക്കൊന്നും ഇല്ലാത്ത ഒരു ടൈമാണ്. പിന്നെ നമ്മൾ നേരെ പോയത് അറോണയുടെ അടുത്താണ്. അതെന്ന് വെച്ചാൽ ചൈനക്കാരെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു ഫിഷാണിത്. അതായത് എന്താ, ഇതിനെ വളർത്തിയാൽ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന പോലെ അറോണ നമ്മളെ സംരക്ഷിക്കുക എന്നാണ് ചൈനക്കാർ വിശ്വസിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഈ അലങ്കാരത്തിനൊക്കെ യൂസ് ചെയ്യുന്ന എന്താ കോഴികളാണ്. പിന്നെ നെക്സ്റ്റ് ഏതാണ്, അരാപ്പയ്മ ഉണ്ടല്ലോ. അരാപ്പയ്മ എന്ന് വെച്ചാൽ രാക്ഷസ മത്സ്യം ഗൈസ്. അതായത് സംഭവം ഒരു വമ്പൻ ഒരു ഡേഞ്ചറസ് ഐറ്റമാണ് കേട്ടോ, ഒരു 5 അടിയോളം നീളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേൾഡിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷ് എന്ന് അറിയപ്പെടുന്നതാണ് ഈ അരാപ്പയ്മ എന്ന് പറയുന്നത്. പുള്ളി നോൺ വെജ് ആണ് കേട്ടോ. അതുപോലെ തന്നെ 150 കിലോളം ഈ ഒരു അരാപ്പയ്മയ്ക്ക് വെയിറ്റ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പം ഏറ്റവും വലിയ അരാപ്പയ്മയിൽ ഒരാളാണ് ഈ കിടക്കുന്നത്, ഈ അക്രമകാരി. അതായത് ഈ കുഞ്ഞുങ്ങളൊക്കെ അതവശാൽ ഈ ഒരു വെള്ളത്തിലങ്ങനെ വീണ് പോയാൽ പിന്നെ കിട്ടാൻ പാടാണെന്നാണ് അവിടെ ഒരു മാമൻ പറഞ്ഞത്. പിന്നെ അതിന് നമ്മൾ എമൂൻ്റെ അടുത്ത് പോയിട്ടോ, ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷിയാണ്. ആഴ്ചകളോളം മാസങ്ങളോളം ഇത് ഫുഡ് കഴിക്കാതൊക്കെ ഇരിക്കും കേട്ടോ, ഒരു സീനും ഇല്ല. പിന്നെ ഭയങ്കര സ്പീഡാണ് ഇത് ഓടാനൊക്കെ. പിന്നെ ഈ എമൂൻ്റെ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കാം. അതും അവിടെ ഈ അതിൻ്റെ ഷെല്ലൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ അരാപ്പമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് വീഡിയോ എടുക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടായിരിക്കാം, ഭയങ്കര സ്പീഡാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനിത് സ്ലോ മോഷൻ ഇട്ടാണ് കുറച്ച് നിങ്ങളെ കാണിച്ചു തന്നത്. അതായത് പെട്ടെന്ന് ഇത് അറ്റാക്ക് ചെയ്യും, മനസ്സിലായോ, അത്രയ്ക്ക് പവർ ഐറ്റമാണ് നമ്മൾ ഈ ഒരു അരാപ്പയ്മയെന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതായത് വേൾഡ് ബിഗ്ഗസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷ് ആണെന്നും പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഐറ്റം ഈ ഒരു നമ്മൾ ഹരിത ബയോ പാർക്കിലാണ് കിടക്കുന്നതെന്നും ഒക്കെ. അപ്പം ഇതിന് ഈ ഞാൻ പറഞ്ഞില്ലേ നോൺ വെജാണ് കൂടുതൽ കൊടുക്കുന്നത്, ചിക്കൻ. പിന്നെ അതുപോലെ തന്നെ ഈ മീൻ, ഫ്രഷ് മീനൊക്കെയാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. ഭയങ്കര അറ്റാക്കിംഗ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര നീളമാണ്. പിന്നെ ഇതിൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ഇതുപോലത്തുള്ള ഈ കൃഷി
ക്രഞ്ചി ഐറ്റംസ് ഉണ്ടല്ലോ, ഇത് കൊക്കോ ആണ് ഗൈസ്. അപ്പം നമ്മൾ ഈ കൊക്കോ പൗഡർ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു അകത്തെ സീഡുണ്ട്, അത് ഡ്രൈ ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ ദാണ്ട് ഭയങ്കര കലിപ്പ് ഫേസുള്ള ഒരു ക്യാറ്റിനെ കണ്ടു ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അലങ്കാരത്തൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് പെയർ ഓഫ് ഈ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പെയറിനൊക്കെ 20,000 റുപ്പീസാണ് ഗൈസ് ഇവിടെ എഴുതി വെച്ചിരിക്കുമോ നമുക്ക്. 20,000 ആണ് ഇതിൻ്റെ പെയറിൻ്റെയൊക്കെ റേറ്റ്. പിന്നെ നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഏരിയ എത്തിയപ്പോഴത്തേക്ക് നമ്മളെ കൊക്കോ നമ്മൾ പൊട്ടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ മറ്റേ വടക്കം പുളി ഇല്ലേ, അതിൻ്റെ അകത്ത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ അകത്തൊരു കുറച്ച് ഫ്ലഷ് ഉണ്ടല്ലോ കഴിക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റ് അല്ലേ? ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ അങ്ങനെ കുറേ നേരം നമ്മൾ അത് നിന്നിട്ട് പിന്നെ ഉമ്മ നമ്മൾ പേടിപ്പിക്കുതോ ആരോ വരുന്നെന്നൊക്കെ പറഞ്ഞ്, നമ്മൾ ഉടായിപ്പിനാണല്ലോ ഇത് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ നിന്ന് കഴിച്ചു. ഭയങ്കര ഈ കുളുകുളയില്ലേ, ആ ഒരു ടൈപ്പാണ് ഗൈസ്. ഇങ്ങനെ നമ്മളിങ്ങനെ കഴിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സനീൻ്റെ കുറച്ച് വിരുതുകളാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ നല്ല എന്തെല്ലാം വേണ്ടി വെക്കുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഗൈസ്. നിങ്ങൾ ഹരിത ബയോ പാർക്ക് നമ്മളെ കോടനാട് 4.5 കിലോമീറ്റർ ഇപ്പുറം എന്തോ ഇത് എന്തിപ്പോ ചെയ്യാൻ പോന്ന എന്തിനും വെടിവെക്കാൻ പോവാ. രാത്രി എറണാകുളം അധ്യാപകനല്ലേ സ്റ്റേ. അങ്ങനെ അത് ചീറ്റി പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത സാധനത്തിലോട്ട് പിടിച്ചു ഗൈസ്, മാംഗോസ്റ്റീൻ. അപ്പോൾ ഈ ഫ്രൂട്ട് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ഫ്ലഷിനൊക്കെ. അപ്പോൾ പക്ഷേ നമ്മളത് പൊട്ടിച്ചപ്പോഴേ മനസ്സിലായി ഗൈസ് ഇത് ചീത്ത ആയതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അതവിടെ ഉപേക്ഷിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് കോഴികളുടെ സ്ഥലത്തോട്ടാണ് കേട്ടോ. അവിടെ ഭയങ്കര ഒത്തിരി വെറൈറ്റി കോഴികളുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഈ മുട്ടയിട്ട് വിരിയിക്കുന്ന ആ ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ പോകണമെന്ന്. ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ പിന്നെ എമൂൻ്റെ മുട്ടയായിരുന്നു കേട്ടോ. ഇത് മുട്ടയായിട്ടൊന്നും അല്ല, ജസ്റ്റ് ഒരു ഷെല്ലായിട്ട് വെച്ചിരിക്കുകയാണോ. പിന്നെ ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രകൃതി വൈബാണ്. നമ്മൾ ഇതിനകത്തോട്ട് കയറും. ഭയങ്കര കൂളിങ്, പിന്നെ അതുപോലെ മറ്റേ ചീവീടുകളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര നൈസാണ് ഗൈസ്. എനിക്ക് അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര വലിയ ആളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ മറ്റേ സീസൺ ഉണ്ടായിരുന്നു, ഊഞ്ഞാലുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് നമ്മൾ ഒരുപാട് നല്ല വൈബിങ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നല്ല രസമല്ലേ. പിന്നെ ഞാനും സനിയും കൂടെ കുറച്ച് നേരം സീസോ കളിച്ചു. പിന്നെ എനിക്ക് വെയിറ്റ് ഒക്കെ കൂട്ടുകൊണ്ട് ഞാൻ കുറച്ച് നേരം താഴേക്ക് ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വൈബ് അടിച്ചു കളിച്ചു. പിന്നെ അതേ ഞാനും വാപ്പയും കൂടെ കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ നോക്കുമായിരുന്നു കഴിച്ച് നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന്. പിന്നെ എനിക്ക് വെയിറ്റ് കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ താഴെ. പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ചെറിയ ബാലൻസിങ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ ബാലൻസിങ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്കൈ വാക്കിലാണ്. സ്കൈ വാക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ നേച്ചറുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി. അതായത് നമുക്ക് നോർമലി ഈ മരത്തിലോട്ട് ഇങ്ങനെ ചവിട്ടി കയറാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ മരത്തിൽ ഇങ്ങനെ കയറി അപ്പോൾ നമ്മൾ മരത്തിനിടയിൽ കൂടെ ഒക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവരിവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ ഈ സനിയും ഉമ്മയും കൂടെ ആദ്യം പോകേണ്ടത് തന്നെ ഈ സനി അവിടെ ചെന്നിട്ട് ഈ നെറ്റ് കുലുക്കാൻ തുടങ്ങി. അപ്പം സത്യം പറഞ്ഞാൽ നമുക്കൊരു പേടി വരും. നെറ്റെങ്ങാനും മഴയൊക്കെ അല്ലേ, നെറ്റെങ്ങാനും പൊട്ടി വീണാലോ. അപ്പം അതിൻ്റെ ഒരു പേടി കൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചങ്ങ് സ്റ്റോപ്പായി ഗൈസ്. മനസ്സിലായോ? അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഭയങ്കര ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കുരുത്തക്കേടായിരുന്നു ഗൈസ്. അങ്ങ് അറ്റം പോയി കിടന്നിട്ട് തോത്ത് നോക്കിക്കോണേ പേടിപ്പിച്ച് അവിടെ മൊത്തം നശിപ്പിച്ച്. പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ പയ്യെ ആ ഒരു ഗ്യാപ്പ് നോക്കി ഞാൻ പയ്യെ ഇങ്ങനെ ഇറങ്ങി ഗൈസ്. അങ്ങനെ അവിടുത്തെ അലമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്നു വന്നത് ഈ ഒരു എഡിബിൾ ഫിഷിൻ്റെ അടുത്താണ് കേട്ടോ. ഇതിനകത്ത് തന്നെ സിലോപ്പി, കട്ട്ല, റോഹു എന്ന് പറഞ്ഞ ഈ ഒരു ചീനവല മോഡലിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ ഒരു മാമ നിപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്ന് വെച്ചാൽ ഈ കരിമഞ്ഞളുണ്ടല്ലോ അതിൻ്റെ കൃഷിയാണ്. കേരളത്തിൽ തന്നെ ഈ റെയറായിട്ട് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇത് വീട്ടിൽ സൂക്ഷിച്ചാൽ പട്ടിണി വരത്തില്ല എന്നൊക്കെയാണ് ഈ ആദിവാസികൾ വിശ്വസിക്കുന്നത്. അതുപോലെ മുറിവ്, സ്കിൻ ഡിസീസിനൊക്കെ ഇത് ഭയങ്കര നല്ല യൂസാണ്. ഭയങ്കര വിലയാണ് കേട്ടോ. അത്യാവശ്യം ഒരു വയലറ്റ് കളറാണ് ഇതിന് വരുന്നത്. പിന്നെ
ദിവസമുള്ളൊരു വിശ്വാസമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു മെയിനായിട്ടൊരു കുഞ്ഞ് സ്പോട്ടിലാണ് ഗൈസ്. അത് പുലിയണിപ്പാറ, അതായത് മോർണിംഗ് വാക്ക് സ്പോട്ട് എന്നാണ് കേട്ടോ ഇതിനറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്തായിട്ട് പാണങ്കൊടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ 300 ഏക്കറോളം ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ്. അതായത് റോഡിൽ നിന്നും ഒരു 200 അടി ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആണ് ഇപ്പം. ഇതിനടുത്തൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മലയാറ്റൂർ ഫോറസ്റ്റ് ഏരിയയും പിന്നെ അതുപോലെ തന്നെ പെരിയാർ ഫുൾ കാണാൻ പറ്റും കേട്ടോ. മോർണിംഗും ഈവനിങ്ങും ഒക്കെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ ഒരു മെയിൻ സ്പോട്ടിൽ നിന്ന് നമ്മൾ പാണിയിൽ പോയി ഒരു വീഡിയോ ഇടല്ലേ, അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം ഒരിക്കലും നെവർ ദിസ് പ്ലേസ്. ഓക്കെ, ഭയങ്കര നൈസ് പ്ലേസ് ആണ് ഗൈസ്. പിന്നെ അതേ നമ്മൾ നേരെ പോയത് നാഗഞ്ചേരി മനയാണ്. അത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടിപൊളിയാണ്. ഇതും പെരുമ്പാവൂരിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അടുത്ത ഒരു ഇരിങ്ങോൽക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ഈ ഒരു സ്ഥലത്ത് അതായത് ഭയങ്കര രസമാണ് ഗൈസ്. ഇതിൻ്റെ ചുറ്റും ഒക്കെ അടിപൊളിയാണ്. ഈ കുഞ്ഞി പൂവും കാര്യങ്ങളും ഒക്കെ വെച്ച് ഭയങ്കര രസമാണ്. പിന്നെ ഇതിനടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പഴയ കാലം പറയുവാണെങ്കിൽ ഒരു 800 കിലോളം സ്വർണവും പിന്നെ അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ രാജാക്കന്മാർ ഗിഫ്റ്റ് കൊടുത്ത ഒരു 4000 ബ്രിട്ടീഷ് പവൻ അങ്ങനത്തുള്ള ഈ നാഗമാണിക്യം അങ്ങനത്തുള്ള ഐറ്റമൊക്കെ സൂക്ഷിച്ചിരുന്ന മനയായിരുന്നു ഇത്. പിന്നെ പഴയ ഒരു ഓൾഡ് വൈബാണ് കേട്ടോ ഇത്. പക്ഷേ എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഭയങ്കര കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഇത്രയും ഭയങ്കര ഒരു വലിയ സ്ഥലം ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ മെയിൻ്റനൻസ് ഭയങ്കര കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് നോക്കട്ടെ ആരാ പിന്നെ അഭിനയിച്ച് തകർക്കും. പിന്നെ ഇത് ആ ഒരു ടൈമിൽ 16 കെട്ടായിരുന്നു. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാട് കൊണ്ട് 4 കെട്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓരോ കോർണറിലായിട്ട് കുറച്ച് സ്റ്റാച്ചു കാര്യങ്ങൾ. ഇത് കറക്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേസ്. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നതും എൻജോയ് ചെയ്യുന്നതും ഒരു ഏരിയ ആണ്. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ നമുക്ക് മുകളിൽ കയറാൻ പറ്റും കേസ്. അങ്ങനെ മുകളിലൊക്കെ കയറിയായിരുന്നു. പക്ഷേ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നേരെ നടക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു പകുതി ഭാഗം കൊണ്ട് കുനിഞ്ഞൊക്കെ നടക്കാൻ പറ്റും. പിന്നെ പഴയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഉമ്മത കഥ ഒക്കെ തുറക്കാൻ പോവാണ് ഗൈസ്. അതായത് ഞാൻ വിചാരിച്ച് തുറക്കുമ്പോഴത്തെ മൊത്തത്തിൽ ഇടിഞ്ഞ് വീഴുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് തുറന്നൊക്കെ വെക്കുന്നതായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ചെന്ന ടൈമിൽ ഫുൾ അടച്ചിട്ടിരുന്നതായിരുന്നു ഗൈസ്. പിന്നെ അതിനകത്ത് തന്നെ കുറച്ച് ഈ ഒരു കുഞ്ഞി കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിവിടുത്തെ കിച്ചൺ അതാണ് മെയിൻ എടുത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ പഴയ ഭരണി അങ്ങനത്തുള്ള ഐറ്റം ഉണ്ടല്ലോ, പഴയ അടുപ്പ് ഒക്കെ നല്ല വൈബായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഞാൻ കുറച്ച് ഷോയൊക്കെ ഇങ്ങനെ വിറകൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തുള്ള ഈ ഐറ്റംസൊക്കെ, ഭരണിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ അതാണ്ട് അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞൊരു കിണർ പോലത്തെ ഒരു ഐറ്റം ഉണ്ട് കേസ്. അങ്ങനെ അവിടെ നിന്നിട്ട് ആ ഒരു ആഴമൊക്കെ അളക്കുവാന്ന് തോന്നുന്നു. അങ്ങനെ അവിടുത്തെ വൈബിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് ഇരിങ്ങോൽക്കാവിലോട്ടാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു അമ്പലവും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ട് ആ ഒരു ഫോറസ്റ്റ് ഏരിയയും കൂടാണ്. അപ്പോൾ വാപ്പൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇതറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഭയങ്കര ഫോറസ്റ്റ് വൈബാണ്. ആ മരത്തിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ ഓക്കെ ഗൈസ്. എനിക്ക് ഇങ്ങനത്തുള്ള ഐറ്റം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നത് ഒരു നേച്ചർ വൈബ്. പിന്നെ അതുപോലെ തന്നെ തനി നാടൻ വൈബ് പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഫോറസ്റ്റ് വൈബൊക്കെ അല്ലേ. അപ്പോൾ അത് കുറച്ചൊക്കെ നമ്മൾ കണ്ടോളൂ കേട്ടോ. പിന്നെ അതേ നമ്മൾ നേരെ വാപ്പയുടെ ടീച്ചറിൻ്റെ വീട്ടിൽ വന്നു. അതാരാ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മളെ ദിയ. നമ്മൾ ഗോവ വ്ലോഗിൽ ഒക്കെ ഫുൾ കണ്ട. അപ്പോൾ ദിയ വലിയൊരു പെയിൻറ്ററാണെന്നൊക്കെ ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയ അതെല്ലാം ഫുൾ നമുക്ക് കാണിച്ചു തരുവാണ് കേട്ടോ. അവളുടെ പഴയ വരച്ചതും പിന്നെ അവളുടെ കുറേ ഐറ്റംസ് പെൻസിൽസ് അങ്ങനത്തുള്ള പെയിൻറ്റിങ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇത് ക്യാൻവാസിൽ ചെയ്ത പെയിൻറ്റിങ്സ്. അങ്ങനെ ഒരു വലിയ പെയിൻറ്ററാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആ ഗോവയിൽ പോയപ്പോൾ ഇതൊന്നും തിരിച്ചറിഞ്ഞില്ല ഇതും അവൾ പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ കുറേ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര നൈസായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ്. നല്ല രസമുണ്ടല്ലേ. എന്തായാലും കൊള്ളാമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ദീക്കൊരു സന്തോഷമാവും. പിന്നെ അതേ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അപ്പം ദിയയ്ക്ക് നമ്മളിട്ട് ബായ് പറഞ്ഞ് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ തലവൻ ഫിലിം കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എറണാകുളത്ത് വന്നിട്ട് നമ്മൾ അവിടെ ഒരു ഫിലിം കാണാതെ പോകുന്ന മോശമല്ലേ. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ടു ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ എറണാകുളത്ത് Day 1 ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.